അത് പൊട്ടും. ജീവനെ പേടിച്ച് തന്നെയാണ് കഴിയണത്. നമ്മളെന്തായാലും പോവാൻ പോവേണ്. ഇനിയുള്ള കാലമെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാന്നാണ് പറയുന്നത്. തമിഴ്നാട് സഹകരിക്കാതെ അത് യാതൊന്നും നടത്താൻ പറ്റത്തില്ല. നമ്മുടെ കേരള സർക്കാരിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ ഒരു ദൈവാധീനം പോലെ അങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ അതിനെ കുറിച്ച് പറയാനായിട്ട്. പുതിയൊരു ഡാം വേണമെന്നാണ് തന്നെ വേണം, എന്തായാലും വേണം. ജനങ്ങളെ ജീവനല്ലേ പ്രധാനം അല്ലേ? മുല്ലപ്പെരിയാർ പുതിയ ഡാം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പൊട്ടുമായിരിക്കാം, പൊട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഇതിന് എക്സ്പയറി ഡേറ്റ് വെക്കേണ്ട കാര്യമില്ലോ. അങ്ങനെയാണെങ്കിൽ പൊട്ടും, പൊട്ടാതിരിക്കാനുള്ള കാര്യമൊന്നും കാണില്ല. അത് പൊട്ടൂല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. 125 വർഷം പഴക്കമുള്ളൊരു ഡാമാണത്. അത് ഇനിയും ബലക്ഷയമായിക്കൊണ്ടിരിക്കുന്ന തമിഴ്നാട് സഹകരിക്കാതെ അത് യാതൊന്നും നടത്താൻ പറ്റത്തില്ല. നമ്മുടെ കേരള സർക്കാരിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഡാം വന്നില്ലെങ്കിൽ എത്രയോ കോടി ജനങ്ങളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്, എത്രയോ ജില്ലകൾ ഒഴുകി പോകും. പക്ഷെ അതിന് മുൻകൈ എടുക്കേണ്ട കേന്ദ്ര ഗവൺമെന്റും ബാക്കി നമ്മുടെ സംസ്ഥാന സർക്കാരും എല്ലാവരും കൂടിയാണ്. എടുത്തു വെച്ചാൽ അത് ആ ഡാമിന് സപ്പോർട്ട് ഡാം പണിതാൽ മതി. സപ്പോർട്ടായിട്ട് ഡാം പണിത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. അത് താല്പര്യമുള്ളത് നമ്മുടെ കേരളത്തിലെ എല്ലാ ജനതയ്ക്ക് താല്പര്യമുള്ള ഒരു കേസല്ല മുല്ലപ്പെരിയാർ പുതിയ ഡാം വരുന്നതെന്ന്. കാരണം ഇങ്ങനെ ഒരു ആപത്തിൽ നിൽക്കുമ്പോൾ അത് എന്തെങ്കിലും പൊട്ടിയാലോ എന്തെങ്കിലും ഇത് വന്നാലും എത്ര ലക്ഷം ജീവനാ പോണത്. പകരത്തിനൊരു പുതിയ ഡാം വരുന്നതല്ലേ എല്ലാവരും ആഗ്രഹിക്കുള്ളൂ. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ വരണം. മുല്ലപ്പെരിയാർ പുതിയ ഡാം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിനെ മെയിൻറ്റെയിൻ തന്നെ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഡാമാണത്. അതിന്റെ സ്ട്രക്ചറുകളൊക്കെ അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ അത്ര വലിയ അപകട ഭീഷണി ഉണ്ടെന്ന് പറയുന്നപ്പെടുന്നില്ല. പിന്നെ നമ്മൾ കുറെ എന്താ പറയുക ഇല്ലാത്തത് ഉണ്ടാക്കി കുറെ ന്യൂസുകൾ മേക്ക് ചെയ്യുന്നതല്ലാതെ ഇതിലപ്പുറം എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. പൊതുവെ അതിന്റെ മറ്റേ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ അത്ര വലിയ അപാകതയില്ല എന്നാണ് എൻ്റെ അറിവ്. തീർച്ചയായിട്ടും മുല്ലപ്പെരിയാറിലെ ഡാം നമുക്കറിയാം, അത് ഒരുപാട് കാലവർഷത്തെ പഴക്കമുള്ളതാണ്. അപ്പോൾ അത് മാറ്റണമെന്ന് തന്നെയാണ് തോന്നുന്നത്. പൊട്ടുന്ന പേടിയുണ്ടോ? പേടി തോന്നാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്നാലും ആ ഒരു നമ്മളത് അതിനെപ്പറ്റി മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് അതിന് അതിൻ്റെ കാലാവധി ഓൾറെഡി കഴിഞ്ഞാണല്ലോ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് മാറ്റുന്നത് തന്നെയാണ് സേഫ്. അത് പൊട്ടൂല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഡാമടേണ്ട ആവശ്യമില്ല, അവിടെ ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ഞാൻ പറയണം. എന്നിട്ട് ആ വെള്ളം വേറെ എന്തെങ്കിലും വഴി കൂടി തമിഴ്നാടിന് കൊടുക്കണം. എന്തെങ്കിലും ഒരു കോഴിലൊക്കെ വെച്ചിട്ട് തമിഴ്നാട്ടിലേക്ക് വാട്ടർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഡാം എന്ന് പറയുന്ന സംഭവം ഇനി അങ്ങോട്ട് ഇത്രയും പുതിയത് പണിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഡാമിന് അത് ഭീഷണിയായിരിക്കും. അതൊരു നല്ലൊരു നാളെ ആയാലും ഇനി ഒരു പ്രശ്നമാകുമല്ലോ. അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. ഡാം എന്നുള്ളൊരു പ്രോജക്റ്റ് ഇനി ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. മുല്ലപ്പെരിയാർ പുതിയ ഡാം പണിയാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. പൊട്ടുന്ന പേടിയുണ്ടോ? പേടി പൊട്ടുന്ന എല്ലാരും പറയുന്ന കേട്ടുണ്ട്, ഒരു പേടിയുണ്ട്. അപ്പൊ പുതിയൊരു ഡാം വേണമെന്നാണ് തന്നെ വേണം, എന്തായാലും വേണം. ജനങ്ങളെ ജീവനല്ലേ പ്രധാനം അല്ലേ? നാടിന് വെള്ളം കിട്ടണം. കാരണം നമുക്ക് ആ വെള്ളം കൊണ്ട് വലിയ പ്രയോജനം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. തമിഴ്നാട് ആ വെള്ളം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട. അപ്പോൾ അവർക്ക് വെള്ളം കിട്ടണം. പിന്നെ അതുപോലെ നമുക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം വേണം. ഇതാണ് എൻ്റെ അഭിപ്രായം. ഡാം പൊട്ടുന്ന അല്ല, അതിനൊരു കാലാവധി പറയണ്ടല്ലോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടുമായിരിക്കാം, പൊട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതിന് എക്സ്പയറി ഡേറ്റ് വെക്കേണ്ട കാര്യമില്ലോ. അങ്ങനെയാണെങ്കിൽ പൊട്ടും, പൊട്ടാതിരിക്കാനുള്ള കാര്യമൊന്നും കാണുന്നില്ല. രണ്ട് ഭാഗത്ത് ഒരുമിച്ചിരുന്ന് ഇങ്ങനെ സംസാരിച്ച് ഒരു നല്ല തീരുമാനം എത്തുക. പിന്നെ ഇത്രയും കേരളത്തിൽ ഇത്രയും ജനങ്ങളുണ്ട്, ഇത്ര കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. അവരുടെ ഒരു ജീവിതത്തെ വെച്ച് നമ്മൾ നോക്കണമെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായമാണെങ്കിൽ പണിയണം. പക്ഷെ വെള്ളം കൃഷിയെല്ലാം അത് ഓക്കെയാണ്. പക്ഷെ വെള്ളത്തിനും കാട്ടിലും ജീവനല്ല ആവശ്യം. പക്ഷെ അങ്ങനെ ഞാൻ കേട്ടത് വെച്ച് ഞാൻ പറയണം. ഞാൻ ഇവിടെ കേരളത്തിൽ വന്നിട്ട് 10-15 വർഷത്തിന് മുകളിലായി. അപ്പം നമ്മ ഇവിടെ കേട്ടത് വെച്ച് ഞാൻ പറയണേ. പിന്നെ തമിഴ്നാട്ടിൽ നമുക്ക് അറിയത്തില്ല. അവിടുത്തെ നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ്. ഇവിടെ വെള്ളം അവർക്ക് കൊടുത്താലേ അവിടുത്തെ കൃഷികളൊക്കെ ഇങ്ങോട്ട് വരത്തുള്ളൂ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനനുസരിച്ച് പറയണമെങ്കിൽ ഇങ്ങനെ ജീവിതം മനുഷ്യന്മാരുടെ ജീവനാണ് ആവശ്യം. ഡാം പൊട്ടുമെന്നാണല്ലോ ജനങ്ങൾ പറയണത്. അപ്പൊ അങ്ങനെ ഒരു പേടി ഇല്ലാതെ ഇല്ല. പുതിയൊരു ഡാം വന്നതാണ്. അതെ, പുതിയൊരു ഡാം വന്നോന്നാ. പുതിയ ഡാം വരണം. എന്തുകൊണ്ടാണ് പറയുന്നത്? അത് ഇപ്പോൾ അതിൻ്റെ കാലാവധി ഏകദേശം ഡാമിൻ്റെ കഴിയാറായിട്ടുണ്ടെന്നാണ് അറിയുന്നത്. പിന്നെ ഇത്രയധികം ആളുകൾക്കൊക്കെ ആപത്തല്ലേ. അപ്പം നമ്മുടെ അടുത്ത് തന്നെ ഒരു ഭയങ്കര അവസ്ഥ ഉണ്ടല്ലോ. ഒരു ഭീകരാവസ്ഥ വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിൽ നല്ലതായ ഒരു സേഫ് സോൺ ആക്കുക. പുതിയൊരു ഡാം വരണം.
പുതിയ ഡാം പണിയണമെന്ന് എല്ലാവർക്കും താല്പര്യമുണ്ട്. പക്ഷെ അപകട ഭീഷണി നേരിടുന്ന സമയത്ത് എല്ലാവരുടെയും മനസ്സിൽ അത് അപകടം ചിന്തയാണ് കൂടുതലുള്ളത്. അപ്പോൾ പിന്നെ തമിഴ്നാട്ടിൽ അത് പണിയുന്ന സമയത്ത് തമിഴ്നാട്ടുകാർക്ക് അത്രയും വെള്ളം ലഭിക്കാതെ അവർക്ക് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കേന്ദ്രം പണ്ട് മുതലേ കേന്ദ്രത്തിൻ്റെ ഒരു സമ്മർദ്ദം ഉള്ളതുകൊണ്ടാണ് ഇത് പണിയാതെയും അങ്ങനെ ഒരു ഇത് നിൽക്കുന്നത്, സ്റ്റേ പോലെ നിൽക്കുന്നത്. അപ്പോൾ കേരളീയർക്ക് നമുക്ക് ആഗ്രഹം അത് എങ്ങനെയോ അത് പണിയുകയോ ചെയ്യണോ, പുതുക്കി പണിയുകയോ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് നടക്കണമെന്ന് തന്നെയാണ് ആഗ്രഹമുള്ളത്. ഓക്കെ, കേരളീയർക്ക് തന്നെ കൺഫ്യൂഷനാണ്, എങ്ങനെയാണ് ഇതിൻ്റെ വ്യക്തമായ ഒരു ഇത് കിട്ടുന്നില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഉള്ളത്. ഡാം പൊട്ടുമെന്ന് പേടിയുണ്ടോ? പൊട്ടുമെന്നുള്ള പേടി ഒരുപക്ഷെ ഇത് അപകട ഭീഷണി ഉണ്ടായപ്പോൾ തൊട്ടേ ആൾക്കാർക്കുണ്ട്. അപ്പോൾ പുതുക്കി പണിയുമ്പോൾ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഇതിൻ്റെ സാങ്കേതിക വശം ആൾക്കാർക്ക് തീരെ അറിയില്ല. അപ്പം അങ്ങനെയുള്ള അവർക്കൊരു എന്താണ് ഒരു അവരാണ്, അല്ലെങ്കിൽ അവർക്ക് വിശകലനം അവർക്ക് തന്നെ കൊടുത്തിട്ട് വേണം ഇത് ഗവൺമെന്റ് ചെയ്യണമെങ്കിൽ എന്താണെന്നുള്ളത് ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം. പുതിയ ഡാം പണിയുന്നതിന്റെ അഭിപ്രായമില്ല. പക്ഷെ നമ്മുടെ ഭീഷണിക്കുള്ള ഇത് ചെയ്ത് കളയണം എന്നൊരു അഭിപ്രായമുണ്ട്. അതിൻ്റെ തമിഴ്നാടിനുള്ള വെള്ളത്തിന്റെ ആവശ്യം, അപ്പൊ അവർക്ക് അതിലുള്ള അവരുടെ വെള്ളവും കിട്ടണം, നമ്മുടെ ജീവനും ഭീഷണിയാവരുത്. ആ ഒരു അവസ്ഥയിലേക്ക് അതാക്കിയെടുക്കണം. ഈ ഡാം പൊട്ടുമെന്ന് പേടിയുണ്ടോ? പൊട്ടുമെന്ന് പേടിയുണ്ട്, 100% പേടിയുണ്ട്. അത് പൊട്ടും, ജീവനെ പേടിച്ച് തന്നെയാണ് കഴിയണത്. ഞാൻ അഭിപ്രായം പറഞ്ഞ ആൾക്കാരെല്ലാവരും അങ്ങനെ പറഞ്ഞാൽ നമ്മളെന്തായാലും പോവേണ്, ഇനിയുള്ള കാലമെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാന്നാണ് പറയണത്. അതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിട്ടുള്ള ഡാമാണ് ഇപ്പൊ നിലവിലുള്ളത്. അതെന്തായാലും നമുക്ക് കുറെ കൊല്ലങ്ങൾ വാറന്റി തന്നിട്ടുള്ളതാ. അത് പൊട്ടില്ല എന്നുള്ളൊരു വിശ്വാസം ഇല്ല, എന്നാലും അത് ഏറെ കാലം നീണ്ടു നിൽക്കും. എങ്കിലും പുതിയൊരു ഡാം ഇപ്പൊ നമ്മൾ പണിയണമെങ്കിൽ അതിനത്ര എന്താ പറയാ, അത്ര ഗ്യാരണ്ടി ഉണ്ടാവില്ല. അപ്പൊ പണിയാതിരിക്കന്നെ നല്ലത് എന്നാ എനിക്ക് തോന്നണേ. അല്ലെങ്കിൽ പണിയാം, പക്ഷെ അത് എനിക്കറിയില്ല സത്യം പറഞ്ഞ. അത് മുൻകൂട്ടി പണിയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ വർഷങ്ങൾ ഇത്ര ഉണ്ടാവും. അത് മുല്ലപ്പെരിയാർ ഡാം ഇപ്പൊ തന്നെ കാലപ്പുഴ കുഴയില്ല, ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിയമിച്ചല്ലേ കാലപ്പുഴ കുഴയില്ല. പേടിയുണ്ടോ? ഒരുവിധം പേടിക്കണം. പിന്നെ ഭാവിയിലേക്ക് ആവശ്യമുള്ള കാര്യമാണല്ലോ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഒരു അതുപോലത്തെ പുതിയൊരു ഡാം വേണമെന്നുള്ളത് ഭാവിയിലേക്കൊരു ആവശ്യകരമായിട്ടുള്ള കാര്യമാണല്ലോ. ഈ തമിഴ്നാട് ശരിക്കും ഭീഷണിയായിട്ടാണ് തമിഴ്നാടിനല്ലേ, അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? അവരോട് ജാഗ്രതയായിട്ട് ഇരിക്കാൻ പറയാം. നമുക്ക് അതിനേക്കാളും നല്ലൊരു വേറെ മാർഗങ്ങൾ, സമാന്തര മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് കൂടുതൽ ഫലപ്രദമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ മുല്ലപ്പെരിയാർ പൊട്ടുമെന്നുള്ള പേടിയുണ്ടോ? മുല്ലപ്പെരിയാർ പൊട്ടുമെന്നുള്ളത് ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതിൻ്റെ കാലാവധി ഒക്കെ കഴിഞ്ഞിരിക്കുന്നതാണ്. അത് നമുക്ക് പിന്നെ ഇപ്പം ഒരു ദൈവാധീനം പോലെ അങ്ങനെ പോകുന്നു, അത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാനായിട്ട്. ചേട്ടാ, മുല്ലപ്പെരിയാർ പുതിയ ഡാം പണിയാൻ താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും പണിയണം. എന്താ അങ്ങനെ പറയാൻ കാര്യം? അത് പൊട്ടിയാലുള്ള ഭവിഷ്യത്ത് ഭയാനകരമാണ്. 4 ജില്ലകൾക്ക് അത് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കാതെയുണ്ട്. അപ്പോൾ എത്രയും വേഗം പണിയാനുള്ള പണിയേണ്ടതുണ്ട്. ഡാം പൊട്ടുമെന്ന് പേടിയുണ്ടോ? അല്ല, പേടിയുണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണ പൊട്ടും എന്നാണല്ലോ പറയണത്. ഇപ്പൊ ഇത്രയും കാലപ്പഴക്കമുള്ളതാണല്ലോ. പൊട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് പണിയാല് കുറച്ച് സുരക്ഷിതക്ക് അതാണല്ലോ നല്ലത്. പുതിയ ഡാം പണിയുന്നതിനോടാണ് അനുകൂലിക്കുന്നത്. എന്താ അങ്ങനെ പറയാൻ കാര്യം? അത് ഒരുപാട് പഴക്കമുള്ളതുകൊണ്ട്. പേടിയുണ്ടോ ഡാം പൊട്ടുമെന്ന്? ഉണ്ട്. ഡാം പൊട്ടുമെന്ന് പേടിയുണ്ടോ? ഉണ്ട്. അപ്പൊ ഈ ഡാമിൽ നിന്ന് വെള്ളം കിട്ടിയിട്ട് തമിഴ്നാട് കൃഷിയൊക്കെ ചെയ്യുന്നത് അവര് പുതിയ ഡാം അവിടെ പണിയിട്ട്. നമ്മുടെ ഇവിടുന്ന് പൊളിച്ചു പോകാനല്ലേ? അല്ല, അവര് വേറെ ഡാം കെട്ടി അവര് വെള്ളം സംഭരിക്കട്ടെ. ഇത് ഒരുപാട് പഴക്കമുള്ളതല്ലേ. ചേട്ടാ, മുല്ലപ്പെരിയാർ പുതിയൊരു ഡാം പണിയാൻ ആഗ്രഹം? ഓക്കെ, മുല്ലപ്പെരിയാർ ഡാം പണിയണമെന്ന ആഗ്രഹം. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? അപകട ഭീഷണി നേരിടുന്നല്ല പറയുന്നത്. എവിടുന്നാ വരുന്നത്? കോഴിക്കോട് ജില്ലയിൽ നാദാപുരം. അപ്പൊ ഈ ശരിക്കും ഡാം പൊട്ടിയ കോഴിക്കോടിനൊന്നും വിഷയം ഉണ്ടാവില്ല, പക്ഷെ കൊച്ചിയൊക്കെ പോകുന്നതാണ് പറയുന്നത്. കൊച്ചി ഒരു 4 ജില്ലകളോളം ഇത് ബാധിക്കുന്നല്ല പറയുന്നത്. പുതിയൊരു ഡാം പണിയണമെന്നാണ്. പണിയണമെന്നാണ്. പെരിയാർ ഡാം തീർച്ചയായിട്ടും പണിയണം. കാരണം എന്താണെന്ന് വെച്ചാൽ
നമ്മുടെ നാട്ടിലത്തെ ജനങ്ങളുടെ കംപ്ലീറ്റ് സുരക്ഷയെ ബാധിക്കുന്നതാണ്. നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് പുതുക്കി പണിയേണ്ടതാണ്. മുല്ലപ്പെരിയാർ പുതിയ ഡാം വേണം താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കഴിയും? കാരണം അത് ഇത്രയും വർഷമായില്ലേ, അത് മാറ്റി പണിയേണ്ടത് തന്നെയാണ്. ഈ വെള്ളം കിട്ടിയാലേ തമിഴ്നാട്ടിലെ കൃഷിയൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ഈ കൃഷി നടന്നാലും നമ്മുടെ ഇങ്ങോട്ടൊക്കെ ഭക്ഷണമൊക്കെ എത്തുള്ളൂ. അപ്പോൾ ഡാം പൊളിക്കണ്ടെന്ന് അവരുടെ വാദവും. അത് രണ്ട് ഗവൺമെന്റും ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടതാണ്. കാരണം ഈ ഡാം എന്ന് പറയുന്നത് പൊട്ടാതിരിക്കൂല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇത്ര ആൾക്കാരുടെ ജീവനാണ്, ജീവിതമല്ല ജീവനാണ് പോകുന്നത്. എൻ്റെ അഭിപ്രായമാണ്. മുല്ലപ്പെരിയാർ പുതിയ ഡാം തന്നെ താല്പര്യമുണ്ടോ? വന്നാൽ നന്നായിരിക്കും. വന്നാൽ നന്നായിരിക്കും. എന്താ അങ്ങനെ പറയാൻ കാരണം? അല്ല, ഇത്ര പഴക്കമുള്ള ഇതാണല്ലോ മുല്ലപ്പെരിയാർ. അപ്പോൾ പുതിയൊരു ഡാം വന്നാൽ നല്ലതായിരിക്കും. സേഫ്റ്റി. മുല്ലപ്പെരിയാർ പുതിയ ഡാം തന്നെ താല്പര്യമുണ്ടോ? ഇല്ലല്ല, അല്ല പഴയതിനോട് താല്പര്യമില്ല, പുതിയത് വരാൻ താല്പര്യമുണ്ട്. ആണല്ലേ. ഈ ഡാം പൊട്ടുമെന്ന് പേടിയുണ്ടോ? ഭയമുണ്ട്. ഭയമുണ്ടല്ലേ. പുതിയ എന്താണ് അപ്പൊ പ്രതിവിധിയായിട്ട് തോന്നുന്നത്? പുതിയൊരു ഡാം വേണമെന്നാണ് അല്ലേ? പുതിയ ഡാം വേണം. ജനങ്ങൾ ഒന്നും രണ്ടും ജില്ലയിലല്ല, കേരളം ഇന്ത്യ ഒട്ടും ബാധിക്കുന്ന കേസാണല്ല. അതായത് രണ്ട് ജില്ല ബാധിക്കുന്നതല്ല, കേരളം മാത്രമല്ല ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും അതിനെ ബാധിക്കുന്നതിനും ഭയമുണ്ട്. ശരി, താങ്ക് യു. മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്ന് പേടിയുണ്ടോ? പേടി ഉണ്ട്, എന്നാലും ഇപ്പില്ല, പൊട്ടൂല. എന്നുള്ളത് താല്പര്യമുണ്ട്. പുതിയ ഡാം വേണം താല്പര്യമുണ്ടോ? പുതിയ ഡാം വരാൻ താല്പര്യമുണ്ട്. ചേട്ടാ, മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വരാൻ താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം? അതായത് ആ ഡാമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ചിട്ട് ഒരു പുതിയ ഡാം വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ഡാം പൊട്ടുമെന്ന് പേടിയുണ്ടോ? ഒട്ടുമെന്ന് പേടിയുണ്ട്, തീർച്ചയായിട്ടും. ഓക്കെ.